ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ഞാൻ എൻ്റെ പുതിയൊരു സ്ലോഗൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈറ്റ് ഹെൽത്തി സ്റ്റേ ഹെൽത്തി. ആ സ്ലോഗൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ആദ്യം ഞാൻ ചിക്കൻ ഷവർമയെക്കുറിച്ച് ചെയ്തായിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് വളരെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കോംബോയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ബീഫ് പൊറോട്ട. ഈ ബീഫ് പൊറോട്ടയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഹാസ്യരൂപേണ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ദേശീയ ഭക്ഷണമാണ്, ഇത് എന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് നമുക്കൊരു സ്റ്റഡി ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ദോഷകരമാണോ അതോ നല്ലതാണോ എന്നുള്ളത്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ബീഫ് പൊറോട്ടയാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് പൊറോട്ടയെക്കുറിച്ച് നോക്കാം. പൊറോട്ടയുടെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും. മൈദ വീറ്റിൻ്റെ ഒരു ലാസ്റ്റ് സബ്സിഡിയറി പ്രോഡക്റ്റാണ്. ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ശരീരത്തിന് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനി ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് സെക്ഷനിലേക്ക് പോവാം. നമുക്ക് ബേക്കറിയിൽ നമ്മൾ മേടിക്കുന്ന ഒരു 90% പ്രോഡക്ട്സും, ദാറ്റ് ഈസ് ക്രോസൻസ്, ഡാനിഷ്, മഫിൻസ്, ഡോനട്ട്സ്, പേസ്ട്രീസ്, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഷുഗർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബേക്കറി പ്രോഡക്ട്സ് നല്ലതാവുകയും സോൾട്ട് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പൊറോട്ട നല്ലതാവാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പൊറോട്ടയെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം വന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബേക്കറി പ്രോഡക്ട്സ് എല്ലാം കഴിക്കുന്നു, അത് ശരീരത്തിന് ദോഷമല്ല, ഷുഗറാണ്, അത് ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇത് പൊറോട്ട എന്തുകൊണ്ടാണ് ഗുണകരമല്ല എന്ന് ആൾക്കാർ പറയുന്നത് വെച്ചാൽ, നമ്മൾ അത് എന്തിൻ്റെ കൂടെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എവിടെ കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ശരാശരി മലയാളികൾക്ക് നമുക്ക് വേണ്ടുന്ന കലോറി 2000 ആണ്. നമ്മൾ എത്രയാണ് കഴിക്കുന്നത്? 2500 മുതൽ 2700 കലോറി വരെ ശരാശരി ഒരു മലയാളി ആഹാരം കഴിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കലോറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു ചായ 170 കലോറി, ഒരു വട 270 കലോറി, ഒരു മിൽക്ക് ഷേക്ക് 580 കലോറി, ഒരു സാദാ സദ്യ 2000 കലോറി. ഇങ്ങനെയാണ് നമ്മളതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു നേരം ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ 2000 കലോറി മതി നമുക്ക് ഒരു ദിവസത്തേക്കുള്ള കലോറി, നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള കലോറി നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള മീൽസെല്ലാം നമുക്കിത് സർപ്ലസ് ആണ്, അഡീഷണൽ ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ബീഫ് ആൻഡ് പൊറോട്ടയുടെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ബീഫ് പൊറോട്ട ഒരു ആവറേജ് ഒരു ഹെൽത്തി ആയിട്ട് ഒരാൾ ഡെയിലി ഒരു 2 പൊറോട്ടയും ഒരു 160 ഗ്രാം പോർഷനുള്ള ഒരു ബീഫും എന്നും കഴിക്കുകയാണെങ്കിൽ അത് ദോഷമല്ല. പ്രൊവൈഡഡ് അയാൾ 7:30 കഴിച്ചു, 10:30 കിടന്നുറങ്ങുന്ന ആൾ 7:30 ഇത് കഴിച്ച് നിർത്തുകയും രാവിലെ ഒരു ബ്രിസ്ക് വാക്കും ഒരു 10 മിനിറ്റ് റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ ശരീരത്തിൽ ഒരു ദോഷം സംഭവിക്കില്ല. മറിച്ച് ഇതൊരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് ഈ ബീഫും പൊറോട്ടയും കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് കഴിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബീഫും പൊറോട്ടയും കൂടെ അയാൾ ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഈ ടൊബാക്കോ കൺസ്യൂം ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് സംഭവിക്കും? ഹൈലി റിച്ച് കലോറി കണ്ടൻറ്റ് ഫാറ്റി പ്രോഡക്ട്സ് ആയ ഐസ്ക്രീംസും മിൽക്ക് ഷേക്സും കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കയറുമ്പോൾ നമ്മുടെ കലോറി വാല്യൂ ഒരുപാട് കൂടുകയും നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ലാതെ നമ്മൾ ലേറ്റ് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ബെഡിലേക്ക് പോയി ഉറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഒബേസിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു കാർഡിയാക് ഡിസീസസ്. ഇതാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് കാർഡിയാക് ഡിസീസ് വരുന്ന ഏറ്റവും പ്രധാന കാരണം നമ്മുടെ അച്ചടക്കമില്ലാതെ കഴിക്കുന്ന രീതിയാണ്. നമ്മൾ ആവറേജ് ഒരു മലയാളി നമ്മൾ 7:30 ഫുഡ് കഴിച്ച് നിർത്തുവാണെങ്കിൽ, 10:30 കിടക്കുന്ന ആൾ 7:30 കഴിച്ച് നിർത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഇതിനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും നമ്മുടെ കലോറിയായിട്ട് നിൽക്കുക ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ആവാതിരിക്കുകയും ചെയ്യും. മറിച്ച് ലേറ്റ് ഫുഡും ലേറ്റ് സ്ലീപ്പും ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഒബേസിറ്റി. ഈ ഒരു സബ്ജക്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദിനചര്യ കുറച്ചുകൂടി റെഗുലറൈസ് ചെയ്യുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ, ഇതെല്ലാം മേജർ മീൽസ് ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിനെ വൈ കാൺ ബി സ്പ്ലിറ്റ്? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യണം, ലഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യണം, ഡിന്നറിനെ സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ബ്ലാക്ക് കോഫി കുടിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ 2 റിച്ച് അല്ലാത്ത ബിസ്ക്കറ്റ്സ് കഴിക്കുന്നു. നമ്മളൊരു 9-10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് ബട്ടർ മിൽക്കോ ക്യാരറ്റ് ജ്യൂസോ ഏതെങ്കിലും ഒരു ജ്യൂസും ഒരു 2 ബിസ്ക്കറ്റും കഴിക്കുന്നു. നമ്മൾ 1 മണിക്ക് 1 സ്പൂൺ റൈസും അതിൻ്റെ കൂടെ ഫൈബർ കണ്ടൻറ്റുള്ള സ്പിനാഷോ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റാർച്ചും കൂടെ ചേർന്ന സാധനം കഴിക്കുന്നു. എല്ലാം ആവറേജ് പോർഷൻസ്. 3 മണിക്ക് വീണ്ടും ഒരു ബ്ലാക്ക് ടീ വിത്ത് 2 ബിസ്ക്കറ്റ്സ്. ഡിന്നർ 7 o'clock കഴിച്ച് കഴിഞ്ഞാൽ മീൽ വിൽ ബി കംപ്ലീറ്റഡ് ആൻഡ് യു വിൽ ബി ഹെൽത്തി. ഇതാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇനി കലോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആവറേജ് ഒരു മീൽ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക, അതിനെ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് ബ്രിസ്ക് വാക്ക്, ഒരു 10 മിനിറ്റ് റെഗുലർ എക്സസൈസും ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഹെൽത്തി. എൻ്റെ സ്ലോഗൻ അവിടെ കുറച്ചുകൂടി ശക്തിപ്പെടുന്നതാണ്, ഈറ്റ് ഹെൽത്തി സ്റ്റേ ഹെൽത്തി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ
ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക. ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.